ക്ഷാമബത്ത ശമ്പളത്തിലും ക്ഷാമാശ്വാസ പെൻഷനിലും ലയിപ്പിക്കുന്നത് ജീവനക്കാർക്കും പെൻഷൻകാർക്കും പൊതുവെ ഗുണകരമാണ്. എന്നാൽ 2019 ശമ്പള പരിഷ്കരണത്തിൽ DA ലയിപ്പിച്ച ശേഷം ക്ഷാമബത്ത കണക്കുകൂട്ടിയതിലെ പിശക് കാരണം വലിയ തോതിലുള്ള നഷ്ടം സംഭവിച്ചതായി പരാതികളാണ് പുറത്തുവരുന്നത്. വിലക്കയറ്റത്തിന്റെയും സാമ്പത്തിക പ്രതിസന്ധികളുടെയും ഇടയിൽ സർക്കാർ ജീവനക്കാർക്ക് ആശ്വാസമായി ലഭിക്കുന്നവയാണ് ക്ഷാമബത്ത പോലുള്ള ആനുകൂല്യങ്ങൾ. നിലവിൽ 13% DA അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് വന്നെങ്കിലും ജീവനക്കാർക്ക് ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കൃത്യസമയത്ത് DA അനുവദിക്കാത്തതും കുടിശ്ശികയുമെല്ലാം ജീവനക്കാർക്ക് വലിയ സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്നതിന് ആനുപാതികമായാണ് സംസ്ഥാനത്തും ക്ഷാമബത്ത പരിഷ്കരിക്കുന്നത്. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി മൂലം പല ഗഡുക്കളും സർക്കാർ കൃത്യസമയത്ത് നൽകിയിട്ടില്ല. ഇത് പിന്നീട് GPF അക്കൗണ്ടിൽ ലയിപ്പിക്കുകയാണ് പതിവ്. എന്നാൽ ഇത് ജീവനക്കാർക്ക് വലിയ നഷ്ടമാണ് നൽകുന്നത്. കണക്കുകൾ പ്രകാരം 286 മാസത്തെ DA കുടിശ്ശികയാണ് ജീവനക്കാർക്ക് നിലവിൽ ലഭിക്കാനുള്ളത്. കഴിഞ്ഞ ശമ്പള പരിഷ്കരണത്തിനു ശേഷം 2021 ജൂലൈ 1 മുതൽ 2026 വരെയുള്ള 5 വർഷത്തെ DA കുടിശ്ശിക ഇനത്തിൽ ലക്ഷങ്ങളാണ് നൽകാനുള്ളത്. ഇതിൽ 2023 ജൂലൈ 1 മുതൽ നൽകേണ്ട 3% അനുവദിച്ചിട്ടുള്ളത്. 11ാം ശമ്പള പരിഷ്കരണം അനുസരിച്ച് ഏറ്റവും താഴ്ന്ന ലെവലിലുള്ള ജീവനക്കാരുടെ അടിസ്ഥാന ശമ്പളം 23,000 രൂപയും ഏറ്റവും ഉയർന്ന തസ്തികയിലുള്ള ജീവനക്കാരുടെ അടിസ്ഥാന ശമ്പളം 1,29,300 രൂപയുമാണ്. ഇതുപ്രകാരം ഏറ്റവും കുറഞ്ഞ അടിസ്ഥാന ശമ്പളമായ 23,000 രൂപയുള്ളവർക്ക് 1,90,990 രൂപയാണ് നഷ്ടം വരുന്നത്. 23,700 രൂപ ശമ്പളമുള്ളവർക്ക് നഷ്ടമായത് 1,96,710 രൂപയാണ്. 24,400 രൂപയുള്ളവർക്ക് 2,02,520 രൂപയും 1,29,300 രൂപയുള്ളവർക്ക് 10,73,190 രൂപയും നഷ്ടമായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.